ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഗണേഷ്. പ്രതീക്ഷകളുടെ ഒരു നവവത്സരം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചാനൽ മുമ്പ് പ്രസിദ്ധീകരിച്ച മുട്ട് തേയ്മാനം എന്ന വിഷയം കണ്ടതിന് ശേഷം ധാരാളം പ്രേക്ഷകർ എൻ്റെ അടുത്ത് നേരിട്ടോ ഫോണിൽ കൂടിയോ പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംശയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ വഴി നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും നാം ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പരതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയം, കാൽമുട്ട് വേദന മാറ്റുവാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ പോലും കൂടാണ്ട് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാം എന്നുള്ള അവകാശവാദത്തോടുകൂടി പല ഇഞ്ചക്ഷനുകളുടെ പരസ്യങ്ങൾ നാം ശ്രദ്ധിക്കാറുണ്ട്. അത്തരം ഇഞ്ചക്ഷനുകളെ പറ്റി ഒരു ശാസ്ത്രീയമായ ഒരു അവലോകനം നമുക്കിന്ന് നടത്താം. അതായത് എന്തൊക്കെ ഇഞ്ചക്ഷൻസ് ആണ് ഇന്ന് നിലവിലുള്ളത്, ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണ്, ഇത് എത്ര നാൾ കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം, ഇതിന് പാർശ്വഫലങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള രോഗികൾക്കാണ് നമുക്കിത് നൽകാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കാൽമുട്ട് വേദനയ്ക്ക് വേണ്ടി മാത്രമല്ല നാം ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കാറുള്ളത്. പലപ്പോഴും തോളിലുണ്ടാവുന്ന ഫ്രോസൺ ഷോൾഡർ, കൈയിൻ്റെ മുട്ടിലുണ്ടാവുന്ന ടെന്നീസ് എൽബോ, കാലിൻ്റെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നിങ്ങനെ പലതരത്തിലുള്ള വേദനകൾക്കും നാം ഈ ഇഞ്ചക്ഷൻസ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനെ പറ്റിയാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി അഥവാ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൽ എവിടെ ഡാമേജ് ഉണ്ടെങ്കിലും അവിടെ ഒരു രാസപ്രവർത്തനം നടത്തുന്നു. ഈ രാസപ്രവർത്തനത്തെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ പ്രസ്തുത ഭാഗത്തിന് ചുറ്റും നീര് ഉണ്ടാകുകയും ഈ നീര് കാരണം രോഗിക്ക് വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്റ്റിറോയിഡ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് നൽകുമ്പോൾ തന്നെ ഇൻഫ്ലമേഷൻ ഇല്ലാണ്ടാവുകയും അത് തന്നെ രോഗിക്ക് വേദന ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നൽകിക്കഴിഞ്ഞാൽ ഉദ്ദേശം 2-ാം ദിവസം തന്നെ രോഗിയുടെ വേദന മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഉദ്ദേശം 2 മാസം മുതൽ 6 മാസം വരെ രോഗിക്ക് സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് നിലനിൽക്കുകയുള്ളൂ. ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും വർഷത്തിൽ 4 ഇഞ്ചക്ഷൻ വരെ എടുക്കാമെന്നുള്ളതാണ് പറയപ്പെടുന്നതെങ്കിലും മിക്ക ഡോക്ടർമാരും ഒന്നിലധികം ഇഞ്ചക്ഷൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഇതിൻ്റെ പാർശ്വഫലങ്ങളുണ്ടോ എന്നുള്ളത് ധാരാളം രോഗികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരു ഡോസ് ഇഞ്ചക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ നമ്മൾ മുട്ടിൽ നൽകുമ്പോൾ അതിൻ്റെ ബഹുഭൂരിഭാഗം എഫക്റ്റും മുട്ടിനകത്ത് മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ പൊതുവായി ശരീരത്തിൽ കയറുകയുള്ളൂ. അതിനാൽ തന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ഷോർട്ട് ടേം, അതായത് ചെറിയ കാലയളവിൽ മാത്രം ഗുണം നിലനിൽക്കും എന്നുള്ളതിനാൽ ഇതിനെ പല ബഹുരാഷ്ട്ര ഏജൻസികളും, ഉദാഹരണം അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെഡിക് സർജൻസ്, അമേരിക്കൻ കോളേജ് ഓഫ് റൂമറ്റോളജി എന്നിങ്ങനെ പല ഏജൻസികളും ഇതിനെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ ഹയലുറോണിക് ആസിഡ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അഥവാ പ്രവർത്തന രീതി എന്തെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മുട്ട് ഒരു സന്ധിയാണ്. ഈ സന്ധിയിൽ ഒരു എണ്ണമയം പോലത്തെ, അതായത് ലൂബ്രിക്കേഷൻ നൽകുന്ന ഒരു ദ്രാവകമുണ്ട്. ഇതിനെയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയപ്പെടുന്നത്. മുട്ടിൻ്റെ തേയ്മാനം സംഭവിക്കുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഹയലുറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ നൽകുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഡോസേജ് 1 അല്ലെങ്കിൽ 1-ലധികമോ ഇഞ്ചക്ഷൻസ് എടുത്തെന്ന് വരാം. അത് നൽകുന്ന മരുന്നിനനുസരിച്ചിരിക്കും. ഇതിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ എഫക്റ്റ് ഉദ്ദേശം 1 വർഷം മുതൽ 1.5 വർഷം വരെ നിലനിൽക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, സ്റ്റിറോയിഡിന് പറഞ്ഞതുപോലെ ഇതിനൊരു ഇമ്മീഡിയറ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതായത് ഇഞ്ചക്ഷൻ എടുത്ത് ഉടനെ തന്നെ വേദന മാറുന്ന ഒരു എഫക്റ്റ് ഇതിനില്ല. ഉദ്ദേശം 1 മാസം എടുത്തിട്ടേ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് രോഗിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നാം കേട്ടു വന്നിട്ടുള്ള റീജനറേറ്റീവ് തെറാപ്പി, അതിൻ്റെ ഭാഗമായി നൽകുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പറ്റിയാണ്. ഇതിനായി നാം ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിലെ രക്തത്തിൽ നിന്ന് സെൻട്രിഫ്യൂജിങ് മെഷീൻ വഴി വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നുള്ള ഘടകമാണ്. മുട്ടിന് തേയ്മാനം സംഭവിക്കുമ്പോൾ ശരീരത്തിൻ്റെ മുട്ടിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർട്ടിലേജിന് ഡാമേജ് സംഭവിക്കുന്നു. ഈ ഡാമേജിനെ പുനരുജ്ജീവിപ്പിക്കാൻ അഥവാ റീജനറേറ്റ് ചെയ്യാൻ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയ്ക്കകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന് സഹായിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പലപ്പോഴും 1 ഡോസ് ഇഞ്ചക്ഷൻ മാത്രമാണ് ഇതിനു വേണ്ടി നൽകാറുള്ളത്. ഇതിൻ്റെ എഫക്റ്റ് ഉദ്ദേശം 1 വർഷം മുതൽ 1.5 വർഷം വരെ നിലനിൽക്കാം. സ്വന്തം ശരീരത്തിലെ രക്തമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ പാർശ്വഫലങ്ങൾ തീരെയില്ല. നാലാമത് ഞാൻ പറയുന്നത് പ്രോലോ തെറാപ്പി അഥവാ സ്ക്ലീറോ തെറാപ്പി. ഇതിൻ്റെ മെക്കാനിസം അഥവാ പ്രവർത്തന രീതി
മുട്ടിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ദ്രാവകം ഇഞ്ചെക്ട് ചെയ്യുന്നു. ഉദാഹരണം ഡെക്സ്ട്രോസ് സലൈൻ അഥവാ ഷുഗർ ഡ്രിപ്പ്. ഇങ്ങനെ ഒരു ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ദ്രാവകം മുട്ടിനകത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത് വഴി മുട്ടിൻ്റെ ഇൻഫ്ലമേഷൻ ആക്ച്വലി ഇത് കൂട്ടുകയാണ്. ഇൻഫ്ലമേഷൻ കൂട്ടുന്നത് വഴി രക്തയോട്ടം ധാരാളം സംഭവിക്കുന്നു. രക്തയോട്ടം സംഭവിക്കുമ്പോൾ മുട്ടിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ധാരാളം വരുന്നു. അതിനാൽ തന്നെ മുട്ടിൻ്റെ ഡാമേജ് മാറുന്നു. ഇതാണ് ഇതിൻ്റെ തിയറി. ഇതിൻ്റെ ഡോസേജ് 1 മാസത്തിൻ്റെ ഇടവേളയിൽ 1 മുതൽ 3 ഇഞ്ചെക്ഷൻസ് വരെ നൽകി വരാം. ഇതിൻ്റെ എഫക്റ്റ് 2 മുതൽ 2.5 വർഷം വരെ നിലനിൽക്കാമെന്നുള്ളതാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്രോലോ തെറാപ്പി ഇപ്പോൾ ഒരു നവീനമായ ഒരു ആശയമാണ്. അതിനാൽ തന്നെ ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ നിലവിലില്ല. അതിനാൽ തന്നെ ഭാവിയിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു റെക്കമെൻഡേഷൻ നൽകാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ 4 ഇഞ്ചെക്ഷൻസ് കൂടാതെ തന്നെ മറ്റ് ചില നൂതനമായ ടെക്നിക്സും ഇപ്പോൾ നിലവിലുണ്ട്. ഉദാഹരണം നെർവ് അബ്ലേഷൻ, ആർട്ടീരിയൽ എംബോളൈസേഷൻ എന്നിങ്ങനെ പുതിയ ടെക്നിക്കുകളും ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റിയും നമുക്കൊന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ധാരാളം പഠനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ ഇഞ്ചക്ഷനിൽ ഏതെടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെട്ടാലും ചില വസ്തുക്കൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മരുന്നുകൾക്ക് ചില പൊതുവായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. ഉദാഹരണം മരുന്നുകൾക്കുണ്ടാവുന്ന അലർജി, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് അണുബാധ അഥവാ ഇൻഫെക്ഷൻ. അതിനാൽ തന്നെ മുട്ടിന് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് വളരെ വൃത്തിയായ അണുവിമുക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാവൂ. ഇല്ലെങ്കിൽ മുട്ടിലെ ഇൻഫെക്ഷൻ അഥവാ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗിയുടെ ഘടന അനുസരിച്ചിട്ട്, മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് പല വ്യക്തികളിലും ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് പലതായിരിക്കാം. അതിനാൽ തന്നെ ഇഞ്ചക്ഷൻ പൊതുവെ 2 തരത്തിലുള്ള ആൾക്കാർക്കാണ് നാം ഉപദേശിക്കാറുള്ളത്. ഒന്ന്, മുട്ട് തേയ്മാനം ഡയഗ്നോസ് ചെയ്തു അവർക്ക് മറ്റു തരത്തിലുള്ള ചികിത്സാ രീതികൾ, ഉദാഹരണം ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മരുന്നുകൾ എന്നിവ ശ്രമിച്ചിട്ടും വേദനയ്ക്ക് ഒരു വ്യത്യാസം വരുന്നില്ല എങ്കിൽ താൽക്കാലികമായ ഒരു രോഗശമനത്തിന് നമുക്ക് ഇഞ്ചക്ഷൻ അഡ്വൈസ് ചെയ്യാം. 2, മുട്ട് തേയ്മാനം തീർത്തും വഷളായിട്ടുള്ള, മുട്ട് മാറ്റിവെക്കൽ ഉപദേശിച്ചിട്ടുള്ള ചില വ്യക്തികൾ, അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാകാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്കും ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടി മാത്രം നമുക്കൊരു ഇഞ്ചക്ഷൻ അഡ്വൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച നമ്മുടെ ടൈറ്റിലായിട്ടുള്ള ചോദ്യത്തിലോട്ടേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. മുട്ട് തേയ്മാനം മാറാൻ ഇഞ്ചക്ഷൻ ഫലപ്രദമാണോ? ഇതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടി മാത്രം. മുട്ട് തേയ്മാനം പൂർണ്ണമായും മാറുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രമേ മുട്ടിന് ഇഞ്ചക്ഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കാവൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.